ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട് വ്ലോഗ്സ്. എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പൊ ഞാൻ തോന്നി ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കുടിലിടം കാണാൻ വേണ്ടി പോവാൻ കേട്ടോ, കൊല്ലംകോട്. അപ്പൊ നല്ല ഫേമസ് പ്ലേസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ പോവാണ്. അവിടെ പോയതിന്റെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ ഇപ്പോഴും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. നേരെ വീഡിയോ. അപ്പോൾ ഗായ്സ്, ഞാൻ ഇലക്ട്രിക് സ്കൂട്ടിയിലാണ് കേട്ടോ പോകുന്നത്. ഉണ്ട് ചാർജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചാർജ് കുറവായിരുന്നു. അപ്പം അതുകൊണ്ട് എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു. എന്നാലും നൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. ചാർജ് ഇനി 3 പോയിന്റ് കൂടെ കയറാനുണ്ട്. അപ്പം എന്തായാലും ഫുൾ ആയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഉണ്ടല്ലേ, ഉണ്ട്, കുഴപ്പമില്ലാണ്ടുണ്ട്. പോയിട്ട് വരാൻ പറ്റും. ഉണ്ടല്ലേ, എന്തായാലും പോയിട്ട് വരുമ്പത്തിനും ഓക്കെ ആവും. നല്ല മഴയൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇനി മഴ വരുമോ എന്താണെന്നൊന്നും അറിയില്ല. നല്ല മഴ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോവാട്ടോ. അപ്പോൾ ബാഗും അതുപോലെ തന്നെ ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് പോകണം. വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എടുത്തിട്ട് പോയാൽ അറിയില്ല. നമുക്ക് എന്തായാലും പോവാട്ടോ ഗൈസ്. അപ്പം പിന്നെ നമ്മൾ അവിടെ എത്തിയതും നല്ല മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊന്നും കാണാൻ പറ്റില്ല, തിരിച്ച് വീട്ടിലോട്ട് വരേണ്ട അവസ്ഥയൊക്കെ വരുമോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം നമ്മൾ പോയതും പിന്നെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞത് പോയിട്ടോ. പിന്നെ മഴ ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം നല്ലപോലെ ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ കനാലിൽ വെള്ളം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒഴുക്കിൽ നല്ല ഫാസ്റ്റിൽ വെള്ളം പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളത് അങ്ങനെ നമ്മൾ പോണ ടൈമിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വണ്ടി നിർത്തിയിട്ട് നോക്കുന്ന ടൈമിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആകെ 2-3 പേര് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടപ്പോൾ. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ട്, അപ്പോൾ ഒരാൾക്ക് 20 രൂപയാണ്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ ഉള്ളിലോട്ട് കയറി കേട്ടോ. നമ്മൾ അന്ന് വരുമ്പോഴും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അന്ന് വരുമ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അതെന്ത് കൃഷിയാണെന്നറിയില്ല കേട്ടോ. കാണിച്ചു തരാമേ. അവിടെ നോക്കി നടന്നിനാ വഴുക്കും. കാലിപ്പം തന്നെ ചളിയായി. ഇതുണ്ടല്ലേ, ഇതെന്ത് കൃഷിയാണെന്നറിയില്ല കേട്ടോ. അതൊക്കെ ഇപ്പം വന്നതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊല്ലംകോട് വരുമ്പോൾ കാണാറുണ്ട്. പിന്നെ എന്തായാലും ഇതവിടെ അപ്പോൾ ഗൈസ്, ഇത് 40 അടി താഴ്ചയുള്ള തവളക്കിണറാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ വന്നതാണ് കേട്ടോ. അതൊക്കെ ആദ്യം വരുമ്പോഴൊന്നും ഇങ്ങനൊന്നും സെറ്റപ്പേ ഉണ്ടായിരുന്നില്ല. ആകെ ഇങ്ങനെ ഒരു സെറ്റപ്പും പിന്നെ ഇതാ താമരക്കുളം, അതൊക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ. നമ്മൾ അതിൽ കൂടെ ഒക്കെ പോകണ സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അതിലിതിലൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട്. എന്തായാലും എവിടെ പോകണമെങ്കിൽ ഈ റോഡ് പാസ് ചെയ്തിട്ട് തന്നെയാണ് വേണ്ടത് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓരോരോ നമ്മളെ രാജ്യത്തിൽ ഓരോരുത്തർ വീഡിയോ ഇട്ടിട്ട് വേണം നമ്മൾ കാണാൻ. അപ്പം നല്ല പൂതി ഉണ്ടായിരുന്നു കേട്ടോ വരണമെന്ന്. അങ്ങനെ വന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, എൻ്റെ ചാല് ഫുൾ ചളിയാണ്. മറ്റേ ഡോറ് തുറക്കണം അവിടെയൊക്കെ പോയിട്ട് നമുക്ക് എല്ലാവരും ചാല് കാണാം.
ഗായ്സ് ഇവിടെ വഞ്ചിയൊക്കെ വന്നിട്ടുണ്ട്. ഫോട്ടോ ആണ് മുഖ്യം. അടിപൊളി സീനറിയില് നമ്മൾ വീഡിയോയിൽ കാണുന്ന ഇവിടെ അടിപൊളി സീനറി. വരുന്നൊരു പ്ലാൻ ഉണ്ട്, പാലക്കാട് വരുന്നുണ്ട്. പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ കുടിലിടം. അപ്പം മഴക്കാലത്ത് അടിപൊളിയാണ് കേട്ടോ ഇവിടെ കാണാനൊക്കെ. കണ്ടില്ലേ മലയിൽ നിന്ന് വെള്ളം വീഴുന്നത്, അതുപോലെ തന്നെ ഈ പാടങ്ങളൊക്കെ ഫ്രഷായിട്ട് ഇങ്ങനെ നിൽക്കണതും ഒക്കെ കാണാൻ പറ്റും. ഇപ്പം ഗായ്സ് ഇനി നമുക്ക് അവിടെ പോകണം കേട്ടോ ഗൈസ്. നമുക്ക് അവിടെയാണ് ആ മറ്റേ ഹാർട്ട് ഷേപ്പിലുള്ള ഇതൊക്കെ ഉള്ളത്, ഫോട്ടോ എടുക്കാൻ പറ്റിയത്. നമുക്ക് എന്തായാലും നമുക്ക് അവിടെ പോവാം. ഇതിൽ കൂടെ പോയാൽ സേഫായിട്ട്, അവിടെയൊക്കെ ചളിയുണ്ട്, നമുക്ക് ഇതിൽ കൂടെ പോവാം. ഓക്കെ, ഉണ്ടല്ലേ അടിപൊളി കവള അതൊക്കെ ഉണ്ടാവും. ചെറിയൊരു വാട്ടർഫാൾസ് കണ്ടത്തിൽ നിന്നുള്ള വെള്ളം പോകുന്ന സ്ഥലം. ഇങ്ങനെ നടന്നു. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, അവർക്കൊക്കെ സുഖം. ഗായ്സ് ബാങ്ക് കൊടുക്കുന്നു. എന്തായാലും ശ്രദ്ധിച്ച് വരണത് കൊണ്ട് കണ്ടേ, ഇതുപോലെയൊക്കെ ഇങ്ങനെ വെച്ചാൽ കുഴിയിൽ കാല് പോകും. അപ്പം മെല്ലെയൊക്കെ നോക്കിയിട്ട് വരണം ഗൈസ്. നമുക്ക് പേടിയൊക്കെ ചെയ്യുന്നത്. മഴക്കാലമാണ്. വെയിലത്ത് വന്നാലൊന്നും പ്രശ്നമല്ല, ഇപ്പം വന്നാലാണ് പ്രശ്നം. എവിടെയെങ്കിലൊക്കെ കിടക്കണത് കാണാം. നമ്മൾ വിചാരിച്ച ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ ഹാർട്ട് ഷേപ്പിൽ മുള കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. വാവ് അടിപൊളി. ഇത് എന്ത് സാധനം? മറ്റേ രണ്ട് പോലത്തെ സാധനം. അത് നമ്മളെ കണ്ട് പേടിച്ചിട്ട് പോണു. നമുക്ക് അതിനെ കാണുമ്പോൾ പേടിയാണ്. ഇവിടെയൊക്കെ അത് അത് കണ്ടാൽ മനസ്സിലാവും ഞണ്ടിൻ്റെ ഒരു രൂപം. അതാണ് ഞാൻ പറഞ്ഞ ഞണ്ട് മനസ്സിലായോ? ഹലോ ഗായ്സ്, അപ്പതാ നമ്മള് വന്ന പുതിയൊരു സംഭവമാണ് ഈ ഹാർട്ട് ഷേപ്പിലുള്ളത്. ഇതെല്ലാം അവിടെ ഉണ്ട്. മിനി ഊട്ടി അങ്ങനെ കുറേ സംഭവം ഇവിടെ ഉണ്ടാക്കാൻ നമ്മുടെ കൊല്ലങ്കോട് അങ്ങനെ വന്നിട്ട്. പക്ഷെ ഇത് മുള കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇല്ലേ പാടത്തിൻ്റെ ഒരു നടുവിലല്ലാണ്ട് ഒരു ഇതിലെ വെച്ചിട്ട്, അതുകൊണ്ട് കണ്ടില്ലേ ഇവിടെ നടക്കാനൊക്കെ ഉള്ളത് സംഭവം. പിന്നെ എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. ഗായ്സ് നമുക്ക് ആ അറ്റം വരെയൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ്ടോ. അവിടെയൊക്കെ കണ്ടില്ലേ, അവിടെയൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഒന്നും നടക്കില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുന്നുണ്ട്. വെയിൽ ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. മഴ ചാറുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റില്ല. പണ്ടൊക്കെ അതാണ് ലൈറ്റൊക്കെ കത്തിച്ചിട്ടുണ്ട് ആൾക്കാർ. അടിപൊളി പണ്ടത്തെ ഒരു മെമ്മറബിളൊക്കെ ആയിട്ട്. ഇതായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ബാഗ് വെച്ച് നമുക്ക് ഈ ബാഗ് ഒന്ന് എടുത്തിട്ട് നമുക്ക് പോകാം. പോകാം. അപ്പോൾ ഗൈസ് പിന്നെ ഇതാ ഇവിടെ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പറ്റിയ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് സെപ്പറേറ്റ് റേറ്റാണ് 20 രൂപ. നമ്മൾ അതൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻട്രി ഫീസ് തന്നെയാണ് അവിടെയും 20 രൂപയായിട്ട് ഒരാൾക്ക് ചാർജ് വരുന്നത്. പിന്നെ അതാ ടിക്കറ്റ് കൗണ്ടറിൽ അവിടെ അരിയും അതുപോലെ തന്നെ ഓല കൊണ്ടൊരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതൊക്കെ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചുവന്ന, ഞാൻ കയറിപ്പോകുന്ന സമയത്ത് തന്നെ ചുവന്നൊരു പാടത്തിൽ ഇട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ അരിയാണെന്നാണ് തോന്നുന്നു കേട്ടോ. ഒരു ചുവപ്പ് കളർ അരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യനില്ല കേട്ടോ പാടത്ത്. എല്ലാവരും പോയിട്ടോ. നമ്മളായിരുന്നു ലാസ്റ്റ് ഇറങ്ങിയത്. ഹലോ
ഗായ്സ്, അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് തന്നെ കൺക്ലൂഷൻ എടുക്കുന്നത് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തന്നെ നമ്മൾ കൺക്ലൂഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങൾക്ക് വരാത്തുണ്ടെങ്കിൽ എന്തായാലും വരിക, വന്നിട്ട് എന്തായാലും അഭിപ്രായം കമൻറ്റ് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും സൈനിങ് ഔട്ട് ഓഫ് ബൈ.